മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ ഒരാളെ സത്യസന്ധമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ അപരാധങ്ങൾ നിങ്ങളോട് കാണിച്ചാലും അയാളോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതാകില്ല. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ കഴിയില്ല. ഭക്തരെ, ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നിങ്ങൾ എന്തു പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പ്രശ്നങ്ങളെ അത് ആകർഷിച്ചെടുക്കും. എന്നാൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ അനുഗ്രഹങ്ങളെ ആകർഷിച്ചെടുക്കും. ഈ ജീവിതത്തിൽ നിങ്ങൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നു. ചിലരുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നിങ്ങളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തിക്കളയുന്നു. ഭക്തരെ, നിങ്ങൾ ദുർബലമായ മനസ്സോടെ ചിന്തിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായി മാറും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് കരുതിയ പലതിനെയും താങ്ങാനാവും എന്ന് സാഹചര്യം പഠിപ്പിക്കുന്നു. ചില ചതികളിൽ നിങ്ങൾ വിഷമിക്കുന്നത് ചതിക്കപ്പെട്ടതുകൊണ്ടല്ല, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവർ ആണല്ലോ നിങ്ങളെ ചതിച്ചത് എന്നോർക്കുമ്പോഴാണ്. എത്ര കുറച്ച് നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും മൂല്യം നിങ്ങളുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ഭക്തരെ, ഓരോ മനുഷ്യഹൃദയത്തിനും വേദനകളുണ്ട്. അത് പ്രകടിപ്പിക്കുന്ന രീതികൾ മാത്രമാണ് വ്യത്യസ്തം. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാതിരിക്കുക. ഒരിക്കലും ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയും ഉണ്ടാകില്ല. എല്ലാ ഭക്തരിലും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. ഓം നമഃ ശിവായ.